ഹായ്, വെൽക്കം ബാക്ക് ടു മേഘാസ് കിച്ചൺ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ റോസ്റ്റാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം സാധാ റോസ്റ്റ് അല്ല നമ്മളിന്ന് തയ്യാറാക്കുന്നത്, സോയാബീൻ പെപ്പർ റോസ്റ്റാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സോയാബീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റ് നമുക്ക് ഒന്ന് കുതിർത്ത് എടുക്കണം. അപ്പം ഞാൻ സാധാ നോർമൽ വെള്ളമാണ്. അപ്പോൾ 30 മിനിറ്റ് വെക്കാൻ സമയമില്ലാത്തവർക്ക് ചൂടുവെള്ളത്തിലൊരു 10 മിനിറ്റ് ഇട്ട് വെച്ചാലും മതി. അപ്പം ഞാൻ 30 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ സാധാ വെള്ളത്തിലൊരു 30 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ്, ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പം ഒരു തേങ്ങയുടെ പകുതി മുറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഏകദേശം ഒരു കപ്പ് തേങ്ങാപ്പാൽ, 1 കപ്പ് ഇല്ലെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലെങ്കിലും വേണം. അപ്പം ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 30 മിനിറ്റ് കുതിർത്ത് വെച്ച സോയാബീൻ, അത്യാവശ്യം വലിപ്പമുള്ള സോയാബീൻ ആയതുകൊണ്ട് തന്നെ ഞാനത് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ചെറിയ സോയാബീൻ ആണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വലിയ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാനുള്ള മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചി മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഗരം മസാല ഇടുന്നവർക്കാണെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി. അപ്പം ഇറച്ചി മസാല ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പം പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതും നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഈ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാത്ത നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം നോർമൽ വാട്ടർ ആണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ സമയമൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഒരു 5 മിനിറ്റോളം നമ്മളിത് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് അതൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇത് നല്ലപോലെ ഇതിൻ്റെ ചാറൊക്കെ വറ്റുന്നത് പോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ്. അപ്പം വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും.
നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ സോയാബീൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമാകും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആവശ്യമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില സ്കിപ്പ് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.